ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പത്മ പുരസ്കാര വിതരണ ചടങ്ങ് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നു. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. സംസ്ഥാനം പ്രചാരണ ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിനും മുൻപായി ഉഷ്ണതരംഗം നിരീക്ഷിക്കാൻ കർമ്മസേന രൂപീകരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യുന്നു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു. മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം ഉൾപ്പെടെ 5 പേർക്കാണ് പത്മവിഭൂഷൺ. നടൻ മിഥുൻ ചക്രവർത്തി, ഗായിക ഉഷ ഉദുപ് ഉൾപ്പെടെ 17 പേർക്കാണ് പത്മഭൂഷൺ. 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം. പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നവരിൽ 30 പേർ സ്ത്രീകളാണ്. 9 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്ന് സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും ചിത്രൻ നമ്പൂതിരിപ്പാടിനും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ, അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായ്, സ്വാമി മുനിനാരായണ പ്രസാദ്, തെയ്യം കലാകാരൻ നാരായൺ EP, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, നെൽകർഷകൻ സത്യനാരായണ ബലേരി എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ. രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. കേരളത്തിലെ 20ഉം കർണാടകയിലെ 14ഉം രാജസ്ഥാനിൽ 13ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും രണ്ടാംഘട്ടത്തിലാണ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. അവസാനവട്ട പ്രചാരണത്തിനായി പരമാവധി ദേശീയ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ജനറൽ VK സിംഗ് ആലുവയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത് ബിശ്വ ശർമ്മ കൊടുങ്ങല്ലൂരിൽ പ്രചാരണത്തിനെത്തി. തൃപ്പൂണിത്തുറയിൽ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർഗോഡും ബൃന്ദ കാരാട്ട് പത്തനംതിട്ടയിലും പൊതുപരിപാടികളിൽ പങ്കെടുത്തു. CPI ജനറൽ സെക്രട്ടറി D. രാജ കണ്ണൂരിൽ പ്രചാരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ LDF പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ UDFും പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാണ്. സീറ്റ് നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും കരുത്തു തെളിയിക്കാൻ NDAയും മണ്ഡലത്തിൽ സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മലപ്പുറത്തിന്റെ മനസ്സ് കീഴടക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് 3 മുന്നണികളുടെയും അമരക്കാർ. അധികമായി ലഭിച്ച ക്യാമ്പയിനിംഗ് സമയം പരമാവധി പ്രയോജനപ്പെടുത്താനായി എന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കുണ്ട്. വേനൽച്ചൂടിന്റെ കാഠിന്യത്തെ തെല്ലും കൂസാതെ ജനപദങ്ങളെ ആവേശം കൊള്ളിച്ചാണ് മൂവരുടെയും പ്രയാണം. രാഷ്ട്രീയമായി മുൻകാലങ്ങളിൽ മലപ്പുറത്തിന്റെ നിലപാട് പൊതുവെ UDFിനൊപ്പമാണെങ്കിലും ഇത്തവണ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. V. വസീഫ് എന്ന ചെറുപ്പക്കാരനെ ഗോതയിലിറക്കി നേട്ടമുണ്ടാക്കാമെന്ന അവരുടെ കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ ഫലിക്കുമോ എന്നതിനുള്ള ഉത്തരം വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ K. അബ്ദുൽ സലാമിനെ നായകനാക്കി NGA മലപ്പുറത്തിന് പുതിയ വികസന പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. E.T. മുഹമ്മദ് ബഷീർ എന്ന തലമുതിർന്ന രാഷ്ട്രീയ നേതാവിലൂടെ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി ഹരിത പതാക പാറിക്കാൻ കഴിയുമെന്ന UDFിന്റെ ആത്മവിശ്വാസം ഒരു ഭാഗത്തും 2004 ശേഷം മറ്റൊരു അട്ടിമറിക്ക് കൂടി സമയമായെന്ന LDF പ്രഖ്യാപനം മറുഭാഗത്തും നാടിന്റെ ക്ഷേമവും വികസനവും മാത്രമാണ് തന്റെ രാഷ്ട്രീയമെന്ന NDA സ്ഥാനാർത്ഥിയുടെ നയം വ്യക്തമാക്കലും ചേരുമ്പോൾ മലപ്പുറത്ത് ഇക്കുറി തെരഞ്ഞെടുപ്പ് ആവേശത്തിന് തെല്ലും ചൂട് കുറയുന്നില്ല. തിരഞ്ഞെടുപ്പ് സർവേയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് UDF പരാതി നൽകി. സ്വകാര്യ വാർത്താ ചാനൽ നടത്തിയ സർവേയുടെ ചിത്രത്തിൽ കൃത്രിമം നടത്തി വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാണ് പരാതി. തിരഞ്ഞെടുപ്പ് ദിവസവും തലേന്നും സ്ഥാനാർത്ഥികൾ നൽകുന്ന അച്ചടി മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിനും മുൻപായി ഉഷ്ണതരംഗം നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർമ്മസേനയ്ക്ക് രൂപം നൽകി.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആരോഗ്യ മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് കർമ്മസേന. ഓരോ പോളിംഗ് ഘട്ടത്തിനും 5 ദിവസം മുൻപ് പകൽ താപനിലയും ഉഷ്ണതരംഗവും സംബന്ധിച്ച് അവലോകനം ചെയ്യും. അവധിക്കാലത്ത് തിരക്ക് വർദ്ധിച്ചതോടെ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. ആദ്യഘട്ടമായി മൂന്നാർ, ചിന്നക്കനാൽ, മാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭക്ഷ്യശാലകളിലാണ് പരിശോധന നടത്തിയത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ATK മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പത്മ പുരസ്കാര വിതരണ ചടങ്ങ് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നു. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. സംസ്ഥാനം പ്രചാരണ ചൂടിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിനും മുൻപായി ഉഷ്ണതരംഗം നിരീക്ഷിക്കാൻ കർമ്മസേന രൂപീകരിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.